നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുഖത്ത് പല ആൾക്കാർക്കും പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറിയ ചെറിയ വരകൾ, ചുളിവുകൾ, പിന്നെ മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുരു വന്നിട്ട് പോയതിൻ്റെ പാടുകൾ അല്ലെങ്കിൽ ആ കുഴികൾ, ആക്നെ, പോസ്റ്റ് ആക്നെ സ്കാർ നമ്മൾ പറയും. പിന്നെ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് പോയി കഴിയുമ്പോൾ ഉള്ള കുഴികൾ, പിന്നെ ചിലർക്ക് ഓപ്പൺ പോഴ്സ്, ഇങ്ങനെ തുടങ്ങി മുഖത്തെ കലകളും പാടുകളും ഒക്കെ ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ സ്കിന്നിന് നമുക്കൊരു പുതുമ വേണം അല്ലെങ്കിൽ ഒരു റിജുവനേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല രീതിയിലൊരു മാറ്റം തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, MNRF ആണ്, അതായത് മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി. ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുഴി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും നാസിനമൈഡിൻ്റെ സിറംസ് ഇട്ട് നോക്കും, അല്ലെങ്കിൽ ടോണേഴ്സ് ഉപയോഗിച്ച് നോക്കും. മിക്കവാറും ആൾക്കാർ പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ഷ്രിങ്ക് ചെയ്യും, പക്ഷേ അത് നിർത്തി കഴിയുമ്പോൾ വിത്തിൻ 1 വീക്കിൽ തിരിച്ച് ആ പോഴ്സ് ഓപ്പൺ ആയോ അല്ലെങ്കിൽ നല്ല വിസിബിൾ ആവുകയോ ഒക്കെ ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ മുഖക്കുരു വന്ന കുഴികളോ കലകളോ ഒന്നും നമുക്ക് ഈ ഒരു സിറംസോ ക്രീംസോ ഒന്നും വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇലാസ്റ്റിൻ കൊളാജൻ റീമോഡലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റിമുലേഷൻ പ്രോസസ്സ് ചെയ്യുക തന്നെ വേണം. അതിന് മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഴി, ഓപ്പൺ പോഴ്സിന് മാത്രമല്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ വരകൾ, ഇപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ നെറ്റിയൊക്കെ ഇങ്ങനെ ചുളുക്കുമെങ്കിൽ നമുക്കിവിടെ വര വരാം. അതുപോലെ ഈ ക്രോസ് ഫീറ്റ് പോലെ കണ്ണിൻ്റെ സൈഡിൽ, ഈ ഒരു ലാഫിംഗ് ലൈൻ പോലെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വരാറുണ്ട്. പിന്നെ പൊതുവെ ഒരു സാഗിങ് പോലെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ MNRF എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കും. മൈക്രോ നീഡ്ലിംഗ് ഓൾറെഡി നമുക്കെല്ലാം അറിയാവുന്ന ഒരു പ്രൊസീജിയറാണ്. ഇപ്പോൾ ഹോമിയോപ്പതിയിലേക്ക് നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഈ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. പക്ഷേ ഹോമിയോപ്പതിക് മെഡിസിൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ എന്താ പറയുക, സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ റീമോഡൽ ചെയ്ത് റിജുവനേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് മെഡിസിൻസ് ഉണ്ട്. അതും കൂടെ അതിനകത്ത് ഇൻകൾക്കേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ശരി, ഈ MNRF എന്ന് പറയുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് അതൊരു മെഷീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസിക്കായിട്ട് ഒരു മെഷീനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലി ഇൻവേസീവ് ആണ്. അപ്പോൾ ചോദിക്കും മറ്റേതൊക്കെ ഇൻവേസീവ് ആണെന്നോ? അല്ല. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ മെസോതെറാപ്പി അല്ലെങ്കിൽ PRP GFC ഒക്കെ ചെയ്യുമ്പോൾ ഒരു 1 വീക്ക് നമുക്കൊരു പാട് മുഖത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാം. പക്ഷേ MNRF ചെയ്യുമ്പോൾ അത് വളരെ ഡീപ്പായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലതാനും. കാരണം നമ്മൾ പലപ്പോഴും ചില പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം ഒരു പാട് കിടക്കും എന്ന് പറയുമ്പോൾ ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെ ഒരുപാട് പറയാറുണ്ട് ആൾക്കാർ. അപ്പോൾ അത് വിസിബിൾ ആവുമോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷേ MNRFൽ ആ ഒരു പ്രശ്നമില്ല. ഇത് എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് പറഞ്ഞാൽ, മൈക്രോ നീഡ്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് മൈക്രോ നീഡിൽസ് ഉപയോഗിച്ചുകൊണ്ട്, നീഡിൽ എന്നുള്ള പേരേ ഉള്ളൂ, അത് അത്ര ഡെപ്തിലൊന്നും ആയിരിക്കില്ല, സ്കിന്നിൻ്റെ സർഫസിൽ, അതായത് കുഴിയുള്ള ഭാഗത്ത് നമ്മൾ ആ ഒരു രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഇലാസ്റ്റിനെയും കൊളാജനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലാസ്റ്റിനും കൊളാജനും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കുഴി പതുക്കെ പതുക്കെ നികന്ന് റീമോഡൽഡ് ആവുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ റേഡിയോ ഫ്രീക്വൻസി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഹീറ്റ് വേവ് പോലെ ആക്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീപ്പർ ലെയറിലേക്ക്, അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിനെയും കൊളാജനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ടും കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ടുമുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, ഒരു റീജുവനേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ചില കുഴികൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഒരു പ്രൊസീജിയർ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മെസോതെറാപ്പി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ചിലത് അനങ്ങില്ല, ആ കുഴി ചെറുതായിട്ടൊന്ന് ഇതാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഒന്നുകൂടെ ഡെപ്തിൽ പോയിട്ട് ഈ പറഞ്ഞ മാതിരി ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ ഒരു കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും പറയുന്നത് സബ്സിഷൻ പോലത്തുള്ള പ്രൊസീജിയർ. പക്ഷെ നമ്മൾ അത്ര ഇൻവേസീവ് ഉള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല. അതിനെക്കാട്ടിലും സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന MNRF തന്നെയാണ്. മിക്കവാറും ആൾക്കാർക്കെല്ലാം നല്ലൊരു പേടിയായതുകൊണ്ട്. അപ്പോൾ അത് സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ തന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, മാത്രമല്ല സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ പറയും. അതായത് ഇപ്പോൾ ഒരു ഗ്ലോയി സ്കിൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പം നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്, ഇനി അതല്ല നമ്മൾ ഇനി ഒരു മേക്ക് ഓവറിന് ശ്രമിക്കുകയാണ്, നമുക്ക് സ്കിൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവർക്കുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ MNRFൽ ഉപയോഗിക്കുന്ന പല ഡെപ്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ സ്കാർ അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ചിലർ ചോദിക്കും ഇതിന് നല്ല പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ഈ മൈക്രോ നീഡ്ലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല പെയിൻ ഉള്ളൊരു സംഭവമാണെന്നായിരിക്കും മിക്ക ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. MNRF എന്ന് പറയുന്ന ഒരു പെയിൻലെസ് പ്രൊസീജിയർ തന്നെയാണ്.
അതിന് ആദ്യം നമ്മളൊരു നമ്മിങ് ക്രീം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തീരെ നമ്മൾ അറിയാതെ ആണ് അത് ആ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നമുക്കിതിനകത്ത് ഓരോ തവണ ചെയ്യുമ്പോഴും ആ കുഴിയുടെ വലിപ്പവും ഡെപ്തും കുറഞ്ഞു വരും. സ്കിന്നിൻ്റെ ടെക്സ്ചറും ഇമ്പ്രൂവ് ചെയ്യും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ആൻറ്റി ഏജിങ്ങിന് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ഈവൻ സ്ട്രെച്ച് മാർക്സിൽ നല്ലതായിട്ട് ഇതാക്കുന്ന അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണ് MNRF എന്ന് പറയുന്നത്. സ്ട്രെച്ച് മാർക്സിൽ നമുക്ക് അത് ഉപയോഗിക്കാം. കാരണം സ്ട്രെച്ച് മാർക്സിന് പൊതുവേ അങ്ങനെ വലിയ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ എന്താ പറയുക, അത് പിഗ്മെൻറ്റ്സ് കൊടുത്ത് സ്കിന്നുമായിട്ട് കമഫ്ലാഷ് ചെയ്തെടുക്കാനൊക്കെയാണ് കൂടുതലും പറ്റുന്നത്. അപ്പോൾ അതിൽ MNRF നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പേസിംഗ് ആണ്. എത്ര നാൾ ഇടവിട്ടാണ് ഇത് സ്പേസ് ചെയ്ത് വരുന്നതെന്നുള്ളത്. അതായത് ഒരു 4 weeks to 6 weeks ആണ് ഇതിന് ഇൻ്റർവൽ ടൈം പറയുന്നത്. അങ്ങനെ എത്ര സിറ്റിംഗ് വേണം എന്നുള്ളത് ഓരോരുത്തരുടെയും കുഴിയുടെ ഡെപ്തോ അല്ലെങ്കിൽ ഓപ്പൺ പോഴ്സോ ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ചെറിയ ഇപ്പോൾ പിൻ പ്രിക്ഡ് ആയിട്ട് ഇങ്ങനെ കുത്തു പോലുള്ള കുഴികളൊക്കെയാണ് കുറച്ച് പെട്ടെന്ന്, അതായത് ഈ ഒരു ഭാഗത്തെ കുഴികളൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം കുഴിക്ക് ഡെപ്ത് കൂടുതലായിരിക്കാം പല ആൾക്കാർക്കും. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് സെഷൻസ് ഓരോരുത്തർക്കും കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് വരാം. അത് മാത്രമല്ല ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട്, ഇനിയും കുരു വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണെങ്കിൽ കുരുവിനും കൂടെ അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫേസ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പോളിഷ്ഡ് ലുക്ക് നമുക്ക് അൾട്ടിമേറ്റ്ലി വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലിനിക്കിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. സാധാരണ ആക്നെ വരുന്ന ഒരു 18+ ഒക്കെ കഴിയുമ്പോഴാണല്ലോ കുഴിയായിട്ടൊക്കെ മാറാൻ സാധ്യത. അപ്പോൾ ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആക്നേക്ക് ചികിത്സിച്ചിട്ടായിരിക്കും നമ്മൾ MNRF അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേഡീസിനും ചെയ്യാം, ജെൻസിനും ചെയ്യാം, ഏത് ഏജിലും ചെയ്യാം. ഇപ്പോൾ ആൻറ്റി ഏജിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ആൻറ്റി ഏജിങ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിന് എന്താണോ വേണ്ടത്, ഇപ്പോൾ ഏത് മെഡിസിൻ ആണോ യൂസ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ ഹോമിയോപ്പത്തിക് മെഡിസിൻസിൻ്റെ കാര്യമാണ്, ആ മെഡിസിൻസും കൂടെ ഇൻഫ്യൂസ് ചെയ്ത് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്കതൊരു കറക്ഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.